ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ എക്സാം ഡേ ആണ് കേട്ടോ. ഞാൻ കുറേ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഇത് ആദ്യത്തെ എക്സാമാണ്. എൻ്റെ എക്സാം സെൻറ്റർ വന്നിട്ട് നോയിഡയിലാണ് കേട്ടോ. ഞാൻ നാട്ടിൽ വെച്ച് തീരുമാനിച്ചതാണ് ഫൈനൽ ഇയർ ഇങ്ങ് വന്നിട്ട് എൻ്റെ ഫൈനൽ സെം എക്സാം ഞാൻ ഇവിടെ വെച്ച് എഴുതാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആ ദിവസമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചും ഒരുപാട് പേടിച്ചൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഫേസിൽ അത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒട്ടും ടെൻഷൻ വേണ്ട, പേടിക്കാതിരിക്കൂ എന്ന് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹോൾ ടിക്കറ്റ് തലേന്ന് എടുത്ത് കാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ, മറക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണേ. ഈ ശാന്തമായ റോഡൊന്നും കണ്ട് നിങ്ങൾ ഇവിടുത്തെ റോഡൊക്കെ എന്ത് ശാന്തമാണ് എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യം. ഇതെന്താണെന്നല്ലേ, ഇത് ഏതോ ഒരു റിവറാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളറും സ്മെല്ലും നിങ്ങളടുത്തും കൂടി പറയണമെന്ന് തോന്നി. എൻ്റെ പൊന്ന് ഗൈസ്, അത് പച്ച കളറൊന്നും അല്ല, കറുത്ത കളറാണേ. സ്മെല്ല് അൺസൈക്കബിളായിരുന്നു കേട്ടോ. രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഈ പാർലേജിയുടെ ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തോ ഫുഡ് കഴിക്കാൻ തോന്നിയില്ലാന്നേ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി കുറച്ച് സമയത്ത് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ എൻറോൾ നമ്പറൊക്കെ എഴുതി ഒട്ടിക്കാൻ. ബൈ ദ ബൈ, ഞാൻ ഫൈനൽ ഇയർ MCOM സ്റ്റുഡൻ്റ് ആണേ. ഇഗ്നോയിലാണ് ഞാൻ എൻ്റെ MCOM ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എഴുതാം. ഞാനീ തിരയുന്നത് മറ്റൊന്നുമല്ല കേട്ടോ. എൻ്റെ സീറ്റ് വന്നിട്ട് 4ാമത്തെ റോയിലായിരുന്നേ. അത് എവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പരതലായിരുന്നു കേട്ടോ അത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ലവരായിരുന്നേ. എനിക്ക് ഹിന്ദി അത്രയ്ക്ക് അങ്ങോട്ട് വശം പോരാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിലാണ് കേട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അവരും എന്നോട് അങ്ങനെ തന്നെയാണ് നിന്നത്. സ്റ്റുഡൻസ് ആയാലും ഇൻവിജിലേറ്റേഴ്സ് ആയാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയും അത്ര പോലെ നല്ല ഹെൽപ്ഫുള്ളും ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പോയി ഞാൻ. നല്ല ഹാപ്പി ആയിട്ട് കേട്ടോ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു മോളിലേക്കായിരുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ഈ ഒരു ഫ്രൈഡ് ചിക്കനും അതിൻ്റെ കൂടെ ഒരു മോമോസും ആട്ടോ ഓർഡർ ചെയ്തത്. ഈ മോമോസ് ആട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. വെക്കാൻ കൊള്ളില്ലായിരുന്നേ. ഒരെണ്ണം ഞങ്ങൾ കഴിച്ചിട്ട് അതുപോലെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് ലോലിപോപ്പ് കഴിക്കാൻ തോന്നി കേട്ടോ. ആ കാണുന്ന ലോലിപോപ്പ് ആട്ടോ ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നേ. നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ. ഒരാഗ്രഹം. അതുകൊണ്ട് അച്ഛൻ എനിക്ക് അതും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, എന്നെ പോലെ ഇവിടെ വന്ന് എക്സാം എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ, അതുകൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ പഴശ്ശിരാജയെ കണ്ടത്. അത് മറ്റൊന്നല്ല കേട്ടോ, അവൻ ഒരു കുതിരയല്ല 2 കുതിരയുടെ മേളിൽ ഇരുന്നാട്ടോ പോകുന്നത്. ഇവിടെ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നേ. കാളവണ്ടിയും കുതിരകളും ഒക്കെ ഇങ്ങനെ നമ്മുടെ വണ്ടികൾ പോകുന്ന പോലെ റോഡിലൂടെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടേ. ഇനി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. കാര്യം രാവിലെ പോയതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.